പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ ആഴ്ച റോമലേഖനം 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അവിടെ ആരംഭിക്കുന്ന ഇങ്ങനെയാണ്: സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിനെ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ആരാധന എന്നുള്ളത് നമ്മൾ ഈ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ ഉയർന്നു കേൾക്കുന്ന ഒരു വാക്കാണ് ആരാധന. പ്രത്യേകിച്ച് ഇന്നത്തെ പെന്തക്കോസ്ത് സമൂഹത്തില് വളരെയേറെ കേൾക്കുന്ന ഒരു വാക്കാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ആരാധന എന്താണെന്നുള്ളതിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറയുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗവുമായി സമർപ്പിപ്പീൻ. യഥാർത്ഥത്തിലുള്ള ആരാധന എന്ന് പറയുന്നത് നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് പൂർണ്ണമായിട്ട് അർപ്പിക്കുന്നതാണ്. നമ്മൾ ദൈവത്തിലേക്ക് കടന്നു വരുമ്പം ഉൽപ്പത്തി പുസ്തകത്തിലാണ് ഈ ഒരു വാക്ക് ആദ്യമായിട്ട് കടന്നു വരുന്നത്. അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിക്കുന്നതിനോടുള്ള ബന്ധത്തിലാണ്. അവിടെ തന്റെ ദാസന്മാരോട് അബ്രഹാം പറയുന്നുണ്ട്, ഞാനും ബാലനും പോയി യാഗം കഴിച്ച് ദൈവത്തെ ആരാധിച്ച് മടങ്ങി വരാം. പക്ഷെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ആരാധനയോടുള്ള ബന്ധത്തിൽ ഇതിന്റെ യാഥാർത്ഥ്യങ്ങളെ നമുക്ക് പലപ്പോഴും അതിൻ്റെതായ രീതിയിൽ ഉൾക്കൊള്ളാനും കണ്ടെത്താനും കഴിയാത്തത് കൊണ്ട് നാം വഞ്ചിക്കപ്പെട്ടു പോകുന്നുണ്ട്. ഇന്നത്തെ ഒരു പദപ്രയോഗം ആത്മാവിലുള്ള ആരാധന. നമ്മുടെ ഫിലിപ്പിനകത്ത് വായിക്കുന്നുണ്ട്, ആത്മാവ് കൊണ്ട് ആരാധിക്കുക എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ശബരിക്കാരന്റെ സ്ത്രീയോട് കർത്താവ് ആരാധനയെ കുറിച്ച് പറയുന്നുണ്ട്. ഈ മലയിലുമല്ല ആ മലയിലുമല്ല, കർത്താവിനെ ആരാധിക്കുന്നവർ സത്യത്തിലും. നമുക്ക് ആകുമെന്ന് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം ആത്മാവിലും ആരാധിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 24-ാം വാക്യം 4-24. ദൈവ ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ആ സ്ത്രീയെ കർത്താവിനോട് ചോദിക്കുന്ന ഒരു കാര്യം, എവിടെയാണ് യഥാർത്ഥത്തിൽ ആരാധിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ചാണ്. 21-ാം വാക്യത്തിൽ, സ്ത്രീയെ, എന്റെ വാക്ക് വിശ്വസിക്കുക, നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്ന ഈ മലയിലുമല്ല യെരൂശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. അതിനുശേഷമായിട്ട് കൂടുതൽ വിശദീകരിച്ചു, ദൈവ ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ഈ ആത്മാവിൽ ആരാധിക്കുക എന്ന് പറയുമ്പോൾ കർത്താവ് ഒരു പുതിയ കാര്യമായിട്ടാണ് പറയുന്നത്. യഹൂദന്മാർക്കും ആരാധനയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇനിയും സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. പിതാവിനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുക, അല്ലെ ആരാധിക്കുക. അപ്പൊ അതുവരെയുള്ള ആരാധന ആത്മാവിലല്ല എന്നുള്ള കാര്യമാണ് നമുക്കവിടെ മനസ്സിലാകുന്നത്. നമ്മുടെ ക്രിസ്തീയത്തിലുള്ള ആത്മാവിൽ ആരാധിക്കുക എന്നുള്ള പദപ്രയോഗം ഫിലിപ്പിലേഖനത്തിൽ 3 വായിക്കുന്ന ആത്മാവ് കൊണ്ട് ആരാധിക്കുക എന്നാണ്. അതെന്താണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന 12-ാം അധ്യായത്തില്. നമ്മുടെ ശരീരങ്ങളെ, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഓരോ പരീക്ഷയുടെ മുമ്പിലും നമ്മുടെ അവയവങ്ങളെ ഒരു യാഗമായിട്ട് കൊടുക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള ആരാധന. ഈ ആരാധനയോടുള്ള ബന്ധത്തിൽ, യാഗത്തോടുള്ള ബന്ധത്തില് ലേവ്യ പുസ്തകം 1-ാം അധ്യായത്തില് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ,
അവൻ ഹോമയാഗ മൃഗത്തെ തോലുരിച്ച് ഖണ്ഡം ഖണ്ഡമായി മുറിക്കണം. പുരോഹിതനായ അഹരോന്റെ പുത്രന്മാർ യാഗപീഠത്തിന്മേൽ തീയിട്ട് തീയുടെ മേൽ വിറകടുക്കണം. പിന്നെ അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ ഖണ്ഡങ്ങളും തലയും മേധസ്സും യാഗപീഠത്തിൽ തീമേലുള്ള വിറകിന്മേലെ അടുക്കി വെക്കണം. അതിന്റെ കുടലും കാലും അവൻ വെള്ളത്തിൽ കഴുകണം. പുരോഹിതൻ സകലവും യാഗപീഠത്തിന്മേൽ ഹോമയാഗമായി ദഹിപ്പിക്കണം. അത് യഹോവയ്ക്ക് സൗരഭ്യവാസനായ ദഹനയാഗം. ഇവിടെ ഒരു മൃഗവുമായിട്ട് സമാന കൂടാരത്തിൽ എത്തുന്ന ഒരാള് അവൻ ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ 3 വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. അവൻ വഴിപാടായി കന്നുകാലികളിൽ ഒന്നിനെ യാഗം കഴിക്കുന്നുവെങ്കിൽ ഊനമില്ലാത്ത ആണിനെ അർപ്പിക്കണം. യഹോവയുടെ പ്രസാദം ലഭിക്കാൻ തക്കവണ്ണം അവൻ അതിനെ സമാന കൂടാരത്തിന്റെ വാതിൽക്കൽ വെച്ച് അറക്കണം. ഇവിടെ നമ്മൾ തുടർച്ചയായിട്ട് വരുന്ന ഒരു പദപ്രയോഗം ശ്രദ്ധിക്കുന്ന അവൻ അവൻ അവൻ. ആര് ഈ യാഗവസ്തുവിനെ കൊണ്ട് വരുന്നോ ആ വ്യക്തി വേണം അതിനെ അറക്കാൻ. 4-ാം വാക്യം, അവൻ ഹോമയാഗത്തിന്റെ തലയിൽ കൈവെക്കണം. എന്നാൽ അത് അവന് വേണ്ടി പ്രായശ്ചിത്തം വരുത്തുവാൻ അവന്റെ പേർക്ക് സുഗ്രാഹ്യമാകും. അവൻ യഹോവയുടെ സന്നിധിയിൽ കാളക്കിടാവിനെ അറക്കണം. തുടർന്ന് 6-ാം വാക്യത്തിലും പറയുന്നു, അവൻ ഹോമയാഗ മൃഗത്തെ തോലുരിച്ച് ഖണ്ഡഖണ്ഡമായി മുറിക്കണം. 9-ാം വാക്യത്തിൽ വീണ്ടും പറയുന്നു, അതിന്റെ കുടലും കാലും അവൻ വെള്ളത്തിൽ കഴുകണം. ഇവിടെ ആരാധനയ്ക്ക് വേണ്ടി ആര് മൃഗമായിട്ട് വരുന്നോ ആ വ്യക്തി തന്നെ ഇതിനെ ഖണ്ഡം ഖണ്ഡമായിട്ട് മുറിക്കണമെന്നാണ് നമ്മളോട് വായിക്കുന്നത്. ഇവിടെ നമ്മളോട് പറയുമ്പം റോമർ 12 പറയുമ്പം, പൗരന്മാരെ ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർമ്മിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കും, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ അർപ്പിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഖണ്ഡം ഖണ്ഡമായിട്ട് മുറിക്കുക എന്നുള്ളത് ഇന്നത്തെ ആരാധനയോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പം നമ്മുടെ അവയവങ്ങളോടുള്ള ബന്ധത്തിൽ നമുക്കതിനെ ചിന്തിക്കാനായിട്ട് കഴിയും. ഓരോരോ അവയവത്തെയും നമ്മൾ ദൈവത്തിന് കൊടുക്കണം. പലപ്പോഴും നമ്മൾ പറയുമ്പം പാട്ടുകളിലൊക്കെ നമ്മൾ പാടാറുണ്ടല്ലോ, ഞാനും എനിക്കുള്ളതുമെല്ലാം എൻ്റെ യേശുവിനത്രേ. നമ്മളങ്ങനെ ജനറലായിട്ട് പറഞ്ഞു പോവുകയും നമ്മുടെ പരീക്ഷകളുടെ സ്ഥാനത്ത് നമ്മുടെ അവയവങ്ങളെ കൊടുക്കാതിരിക്കുകയും ചെയ്യുമ്പം അവിടെ ഒരു ആരാധന നടക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു യാഗം നടക്കുന്നില്ല. യാഗത്തിന് ശേഷം അവിടെ കാര്യമായിട്ടൊന്നും അവശേഷിക്കുന്നില്ല, ഒരുപിടി ചാരം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. നമ്മളും നമ്മുടെ അവയവങ്ങളെ കർത്താവിന് കൊടുത്തു കഴിയുമ്പം നമ്മുടേതായിട്ടുള്ള ഒന്നും അവിടെ കാര്യമായിട്ട് അവശേഷിക്കാൻ പാടില്ല. ഇതിനോടുള്ള ബന്ധത്തിൽ പ്രാഥമികമായിട്ട് യാക്കോബ് അപ്പോസ്തലൻ പറയുമ്പം, യാക്കോബിന്റെ ലേഖനത്തിൽ ഇങ്ങനെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ 3-ാമത്തെ അധ്യായത്തില് നാവിനെ കുറിച്ചാണ് പറയുക. 5 മുതലുള്ള വാക്യങ്ങളിൽ അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമെങ്കിലും വളരെ വമ്പു പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നാവ് ഒരു തീ തന്നെ, അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിപ്പിക്കുകയും ചെയ്യുന്നു. പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കർത്താവും അപ്പോസ്തലന്മാരെല്ലാം പറഞ്ഞൊരു കാര്യം, 1-ാമത്തെ കാര്യം നമ്മുടെ നാവാണ് ഏറ്റവും പ്രശ്നക്കാരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറയുന്ന ഒരു കാര്യം അതിനെ മെരുക്കാവതല്ല. 7-ാം വാക്യം, മൃഗം, പക്ഷി, ഇഴജാതി, ജലജന്തി വക എല്ലാ മനുഷ്യാദിയോടും മെരുങ്ങിയിരിക്കുന്നു. മെരുങ്ങിയിരിക്കുന്നു. നാവിനെയോ മനുഷ്യർക്ക് ആർക്കും മെരുക്കാവതല്ല. അതടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്. അതിനാൽ നാം കർത്താവ് പിതാവിനെ സ്തുതിക്കുന്നു, ദൈവത്തിന്റെ സാദൃശ്യമുണ്ടായ മനുഷ്യരെ ശപിക്കുന്നു. യാക്കോബ് അപ്പോസ്തലൻ തന്നെ പറയുന്നൊരു കാര്യം, ഒരുവൻ തന്റെ നാവിനെ നിയന്ത്രിക്കാൻ അവന് കഴിയുമെങ്കിൽ അവൻ തന്റെ ശരീരത്തെ മുഴുവൻ. 2-ാം വാക്യം, നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. 3-2, ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവൻ കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. അതിനെക്കുറിച്ചാണ് തുടർന്ന് അപ്പോസ്തലൻ പറയുന്നത് 8-ാമത്തെ വാക്യത്തിൽ, നാവിനെയോ മനുഷ്യർക്കാർക്കും മെരുക്കാവതല്ല. ആത്മാവിന്റെ ഫലത്തെക്കുറിച്ച് പറയുമ്പോൾ 9-ാമത്തെ ഫലമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇന്ദ്രിയജയം എന്നുള്ളതാണ്. ഇന്ദ്രിയങ്ങളെ അടക്കാനുള്ള കഴിവാണ് പറഞ്ഞിരിക്കുന്നത്.
പ്രാഥമികമായിട്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ഈ നാവിനെയാണ് ഒരു യാഗമായിട്ട് കൊടുക്കേണ്ടത്. നമ്മളൊരു യാഗമായിട്ട് കൊടുത്തു കഴിയുമ്പം ദൈവത്തിന് കൊടുത്തൊരു ഒരു കാര്യം നമുക്ക് പിന്നെ എടുക്കാൻ പറ്റത്തില്ല. ക്രിസ്തീയത്തിന്റെ വഴികളിൽ ഏറ്റവും അപകടകരമായ ഒന്നാണ് നാവെന്ന് പറയുന്നത്. സാദൃശ്യവാക്യം നമ്മൾ വായിക്കുന്നത്, നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടുവാനും നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുവാനും മതി. നമ്മുടെ നാവിലൂടെ പുറത്തേക്ക് വരുന്ന കാര്യങ്ങൾ വളരെ അപകടം പിടിച്ചൊരു കാര്യമാണ്. അപ്പൊ നമ്മുടെ ഈ ആരാധനയോടുള്ള ബന്ധത്തിൽ നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് കൊടുക്കുമ്പം പ്രാഥമികമായിട്ട് നാവാണ് ഏറ്റവും വലിയ പ്രശ്നക്കാരനാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. പക്ഷെ ആത്മാവിന്റെ നിറവാണ് ഈ നാവിനെ നിയന്ത്രിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യം. ഒരാൾ ആത്മീയമായിട്ട് വളരുന്നു എന്നുള്ളതിന്റെ പ്രാഥമികമായ ഒരു തെളിവ് അവന് തന്റെ നാവിനെ നിയന്ത്രിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യേണ്ട ഒരു കാര്യമാണ്. എഫീസ് ലേഖനത്തില് അപ്പോസ്തലൻ പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, കൊലോസ്യ ലേഖനത്തില് അതിന്റെ 4-ാം അധ്യായത്തില് അതിന്റെ 6 മുതലുള്ള വാക്യങ്ങൾ, ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. എഫേസ്യർ 4:29 ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്ത ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഈ യഥാർത്ഥ ആരാധനയുടെ ഒരു വഴിയിലാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ നമ്മൾ നമ്മുടെ നാവിനെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. യാക്കോബ് പറഞ്ഞ്, ഒരുത്തൻ തന്റെ നാവിനെ നിയന്ത്രിക്കുകയാണെങ്കിൽ അവന്റെ ശരീരത്തെ മുഴുവൻ കടിഞ്ഞാണിട്ട് കാക്കുവാൻ തക്കവണ്ണം അവൻ സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ വാക്കിനാലാണ് നമ്മളെ നീതീകരിക്കുകയും വാക്കിനാലാണ് നമ്മളെ കുറ്റം വിധിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാവ്, യഥാർത്ഥ ആരാധനക്കാരന്റെ നാവിന്മേൽ അവനൊരു നിയന്ത്രണം ഉണ്ടാകും. നമ്മൾ കർത്താവിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ നാവ് സാത്താന്റെ ഒരു ഉപകരണമായിട്ടാണ് ഉപയോഗിക്കപ്പെട്ടിരുന്നത്. പക്ഷെ നമ്മൾ കർത്താവിലേക്ക് വന്നതിന് ശേഷം നമ്മുടെ നാവിൽ നിന്ന് ആകാത്തതൊക്കെ പുറപ്പെടുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ഒരു ആരാധന എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പം ഇസ്ഹാക്കിനോടുള്ള ബന്ധത്തിൽ പ്രായോഗിക തലത്തിൽ ഇസ്ഹാക്ക് യാഗം കഴിക്കപ്പെട്ടില്ല. ഒരാട്ടുകുട്ടിയാണ് ഒരു പകരമായിട്ട് യാഗം കഴിക്കപ്പെട്ടത്. പക്ഷെ അബ്രഹാമിനോട് ചോദിച്ചാൽ അബ്രഹാം പറയുന്നത് ഇസ്ഹാക്ക് യാഗം കഴിക്കപ്പെട്ടു. ദൈവത്തിന്റെ ആ സന്ദേശം അവന് കിട്ടിയപ്പം തന്നെ അവൻ തന്റെ ഉള്ളിൽ ഇസ്ഹാക്കിനെ ഒരു യാഗം കഴിച്ചിരുന്നു. മോശയുടെ വടിയോടുള്ള ബന്ധത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യം, ഫറവോന്റെ മുമ്പിൽ ആ വടി നിലത്തിട്ട് ദൈവം ആ വടിയുടെ വാലെ പിടിച്ച് എടുക്കാൻ പറഞ്ഞ് എടുത്തപ്പം അത് വീണ്ടും വടിയായി തീർന്നതിന് ശേഷം ദൈവം അബ്രഹാമിനോട് മോശയോട് സംസാരിക്കുമ്പോഴെല്ലാം നമ്മൾ ആ ഭാഗങ്ങളെല്ലാം വായിക്കുന്ന മോശ ദൈവത്തിന്റെ വടിയും തന്റെ കയ്യിലെടുത്തു എന്ന. അതുവരെ മോശയുടെ വടിയായിരുന്നു. പക്ഷെ അതിനുശേഷം ദൈവത്തിന്റെ വടി, അതിന്റെ ഓണർഷിപ്പിന് ഒരു മാറ്റം വന്നു. അപ്പൊ നമ്മളും ദൈവത്തിലേക്ക് വന്നതിന് ശേഷം നമ്മുടെ നാവിന്റെ ഓണർഷിപ്പ് നമ്മൾ ദൈവത്തിന് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുവരെ നമുക്ക് തോന്നുന്നതൊക്കെ നമ്മൾ സംസാരിച്ച സ്ഥാനത്ത് ഒരു ബുദ്ധിയുള്ള ആരാധനയായിട്ട് നമ്മുടെ അവയവങ്ങളെ ദൈവത്തിന് കൊടുക്കുമ്പോൾ നമ്മുടെ നാവിനെ കൊടുത്തതിന് ശേഷം നമ്മൾ ദൈവശബ്ദം കേൾക്കാറുണ്ട്. ഓരോ സാഹചര്യങ്ങളിലും കർത്താവെ, ഞാൻ ഇവിടെ എന്ത് പറയണം, എന്ത് സംസാരിക്കണം,
കർത്താവ് എപ്പോഴും ഏറ്റു പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ സ്വയമായിട്ടൊന്നും പ്രസ്താവിക്കുന്നില്ല, എൻ്റെ പിതാവ് സംസാരിക്കുന്ന ഞാൻ കേട്ടിട്ട് നിങ്ങളോട് അറിയിക്കുക ചെയ്യും. അപ്പം കർത്താവിന്റെ പിന്നാലെ യാത്ര ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ട എല്ലാ വ്യക്തികളോടുള്ള ബന്ധത്തിലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്വയമായിട്ട് ഒന്നും സംസാരിക്കാതിരിക്കുക. മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് കർത്താവ് പറഞ്ഞു. നമ്മുടേതായ നമ്മളിൽ നിന്ന് വരുന്നതിനെല്ലാം നമ്മൾ കണക്ക് കൊടുക്കേണ്ടതാണ്. അതേസമയം കർത്താവിന്റെ ആത്പാദങ്ങളെ നമ്മൾ പിന്തുടരുന്നിടത്ത് കർത്താവ് പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുള്ളൂ. എപ്പോഴെങ്കിലും കർത്താവ് ഇന്നത് പറയാൻ പറയുമ്പോൾ നമ്മളത് പറയുന്നു. കർത്താവ് എന്നൊരു സന്ദേശം നമുക്ക് കിട്ടുന്നില്ല. ഇവിടെ നിശബ്ദനായിരിക്കാനായിട്ടാണെങ്കിൽ നമ്മൾ നിശബ്ദരായിരിക്കുന്നു. പക്ഷേ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, ഏറ്റവും അധിക അപകടങ്ങളിൽ നമ്മൾ ചെന്ന് ചാടുന്ന ഈ നാവിനെ കൊണ്ടാണ്. പിന്നീട് നമുക്ക് അനുഭവിക്കാനും ഏറ്റു പറയാനും ഒക്കെ കഴിയുമെങ്കിൽ പോലും നാവിലൂടെ ഉണ്ടാക്കുന്ന മുറിവുകൾ അത് വളരെ പെട്ടെന്ന് സൗഖ്യമാകുന്ന ഒന്നല്ല. വാക്കുകൾ, അത് നമുക്കറിയാം, ദൈവത്തിന്റെ വാക്കുകളോടുള്ള ബന്ധത്തിൽ അതിനെ സൃഷ്ടിക്കാനും സംഹരിക്കാനും കഴിയും. നമ്മുടെ നാക്കുകൾക്ക് ഈ ഒരു കഴിവുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. നമുക്ക് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനും മറ്റുള്ളവരെ ഇടിച്ചു കളയാനും നമ്മുടെ വാക്കുകൾ കാരണമായി തീരാറുണ്ട്. അവിടെ നമ്മുടെ നാവിനെ ഒരു യാഗമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനുശേഷം അത് നമ്മൾ സ്വയമായിട്ട് ഉപയോഗിക്കത്തില്ല. നമ്മുടെ നാവിനെ നമ്മൾ ദൈവത്തിന് കൊടുക്കുക ചെയ്യുന്നു. പിന്നീട് നമ്മുടെ നാവിലൂടെ പുറത്തു വരുന്നതൊക്കെ ദൈവത്തിന്റെ ഹിതമായിരിക്കണം, ദൈവത്തിന്റെ ചിന്തകളായിരിക്കണം, നമ്മുടെ ചിന്തകളായിരിക്കരുത്. നമ്മുടെ ചിന്തകളാണ് മിക്കവാറും വാക്കുകളായിട്ട് പുറത്തേക്ക് വരുന്നത്. നമ്മൾ ഒരു കാലത്ത് എഫേസ്യർ 2-ാം അധ്യായം നമ്മൾ വായിക്കുന്നുണ്ട്, ജഡത്തിനും മനസ്സിനും വികാരങ്ങൾക്കും അനുസൃതമായി ചെയ്തുകൊണ്ട് നമ്മൾ നടന്നവരാ, കോപത്തിന്റെ മക്കളായിരുന്നു. പക്ഷെ യഥാർത്ഥ യാഗമായിട്ട് നമ്മളെ കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ നാവിന്മേലൊരു നിയന്ത്രണം ഉണ്ടോ? പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞാൽ, എൻ്റെ ശരീരം ഇച്ഛിക്കുന്നതല്ല ഞാൻ ചെയ്യുന്നത്, ഞാൻ ഇച്ഛിക്കുന്ന എൻ്റെ ശരീരത്തെ കൊണ്ട് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ദൈവം പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ എന്നുള്ള ഒരു സമർപ്പണത്തിന്റെ വഴിയിലാണോ നമ്മൾ നടക്കുന്നത്? പിന്നീട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം എന്ന് പറയുന്നത് കണ്ണാണ്. നമ്മുടെ കണ്ണുകളുടെ മേൽ നമുക്ക് നിയന്ത്രണം ഉണ്ടോ? ഒരു യഥാർത്ഥ ആരാധനക്കാരനോടുള്ള ബന്ധത്തിൽ അവനവന്റെ കണ്ണിന്മേല് നിയന്ത്രണം ഉണ്ടാവും. നമ്മൾ യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ യോബ് പറയുന്നൊരു കാര്യമുണ്ട്. യോബിന്റെ പുസ്തകം 31-ാം അധ്യായത്തില് 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു, പിന്നെ ഞാൻ ഒരു കന്യകയെ നോക്കുന്നത് എങ്ങനെ? 7-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എൻ്റെ കാലടി വഴിവിട്ട് മാറിയെങ്കിൽ എൻ്റെ ഹൃദയം എൻ്റെ കണ്ണിന് പിന്തുടർന്നുവെങ്കിൽ. ഒരു യഥാർത്ഥ യാഗം കഴിച്ചൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ കണ്ണിനൊരു പരിച്ഛേദനയുണ്ട്. അതുവരെ അവൻ തനിക്ക് തോന്നിയിടത്തെല്ലാം നോക്കും, തോന്നിയതെല്ലാം കാണും. ആ നിലയിൽ നടന്നവനാണെങ്കിൽ, റോമർ 12 നമ്മൾ വായിച്ചാൽ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ ഒരു യാഗമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ദൈവമായിട്ട് നമുക്കൊരു ഉടമ്പടി ബന്ധമുണ്ട്. കാരണം നമ്മളിങ്ങനെ പാടാറുണ്ടല്ലോ, നിൻ ശക്തി കാഴ്ച ശബ്ദങ്ങൾ എനിക്കേറെ വേണം വിശ്വാസപ്പോരി നിൽപ്പാൻ. നിന്റെ കാഴ്ച, നമ്മുടെ കണ്ണുകളിലൂടെ ദൈവത്തിന് കാണാൻ കഴിയുന്നുണ്ടോ? ഒരു യാഗമായിട്ട് കൊടുത്തൊരു കണ്ണിലൊരു ശുദ്ധീകരണം ഉണ്ടാകും, എപ്പോഴും ഒരു പരിച്ഛേദന ഉണ്ടാകും. കണ്ണും ഹൃദയവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ടാകും. അതുകൊണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ ഹൃദയം എൻ്റെ കണ്ണിന് പിന്തുടർന്നു എങ്കിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, എൻ്റെ കണ്ണ് പോകുന്ന വഴിയെല്ലാം എൻ്റെ ഹൃദയം പോകുന്നില്ല. എനിക്കൊരു ഹൃദയ പരിച്ഛേദന കിട്ടിയിട്ടുണ്ട് കണ്ണുമായുള്ള ബന്ധത്തിൽ.
ആ കണ്ണു ഹൃദയം തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ പുക്കിൾക്കൊടി മുറിച്ചു മാറ്റപ്പെട്ടു. അതുകൊണ്ട് എൻ്റെ കണ്ണ് പോകുന്ന വഴിയല്ല എൻ്റെ ഹൃദയം പോവാറില്ല. യഥാർത്ഥ ആത്മീയ യാഗം കഴിച്ചൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കർത്താവിനോടുള്ള ബന്ധത്തിൽ അവൻ പലതും കാണുന്നുണ്ടെങ്കിലും അവൻ കാണാത്തവനെ പോലെ ജീവിച്ചു നമ്മൾ വായിക്കുന്ന യശയ്യാപ്രവചനത്തിൽ. നമ്മുടെ ക്രിസ്തീയത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ കണ്ണുകളുടെ അവസ്ഥ എന്താന്നുള്ളത് നമ്മളെ തന്നെ ശോധന ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോസ്തലൻ പറഞ്ഞ ബുദ്ധിയുള്ള ആരാധനയായി. യഥാർത്ഥ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ആരാധന എന്ന് പറയുന്നത് ഈ നിലയിൽ യാഗപീഠത്തിൽ നമ്മുടെ ഓരോ അവയവങ്ങളെയും ഖണ്ഡം ഖണ്ഡമായിട്ട് മുറിച്ച് തോലുരിച്ച് അടുക്കണമെന്നാണ് അവിടെ നമ്മൾ ദിവസത്തിൽ വായിച്ചത്. അങ്ങനെ ദൈവത്തിന് കൊടുത്തൊരു കാര്യം പിന്നീട് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. നേരുകയും നിവർത്തിക്കുകയും ചെയ്യുമെന്ന് നമ്മൾ വായിക്കുന്നു. നേർന്നതിന് ശേഷം നിരൂപിക്കുന്നത് പാപമാണെന്ന് നമ്മൾ വായിക്കുന്നു. ഇപ്പൊ കർത്താവ് തന്റെ ശിഷ്യത്വത്തിന്റെ വ്യവസ്ഥകൾ പറയുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അവൻ ആദ്യം ഇരുന്ന് കണക്ക് നോക്കട്ടെ. ഒരിക്കലും കർത്താവ് നിർബന്ധിക്കാറില്ല. പ്രത്യേകിച്ച് പുതിയ നിയമത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ നിരന്തരമായിട്ട് കാണുന്നൊരു യാഥാർത്ഥ്യമാണ്. കർത്താവ് എപ്പോഴും പറഞ്ഞപ്പോഴൊക്കെ പറഞ്ഞൊരു കാര്യം, ആരെങ്കിലും എന്നെ അനുഗമിപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ അവൻ തന്നെത്താൻ ത്യജിച്ച് നാൾ തോറും തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. നമ്മൾ സ്വമേധയുള്ള ഒരു സമർപ്പണമാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ആ ഒരു അനുഭവത്തിലേക്ക് നമ്മളെ നടത്തുന്നത്. അപ്പോസ്തലൻ പൗലോസ് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരു മരിച്ചിരിക്കുക, എല്ലാവരും മരിച്ചു എന്നും ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്കായിട്ട് മരിച്ചിട്ട് ഉയർത്തിന് വേണ്ടി ജീവിക്കണമെന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ആ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനുമായിട്ടുള്ള കാൽവറി യാഗത്തെ നമ്മൾ ധ്യാനിക്കുമ്പോൾ, ആ സ്നേഹത്തെ നമ്മൾ അറിയുമ്പോൾ, നമ്മൾ ആ സ്നേഹത്താൽ നിർബന്ധിക്കപ്പെട്ടവരായി തീരുകയാണ് ചെയ്യുന്നത്. പുറമേ നിന്നുള്ളൊരു സമ്മർദ്ദത്തിന്റെ അനന്തരഫലമായിട്ടല്ല, ആന്തരികമായിട്ടുള്ളൊരു സ്നേഹത്തിന്റെ സമ്മർദ്ദമാണ് നമ്മുടെ കണ്ണുകളെ നോക്കരുതാത്തടത്ത് നോക്കാതിരിക്കത്തക്കൊണ്ട് നമ്മളെ പിന്തിരിപ്പിക്കുന്ന ഒരു ഘടകം. നമുക്കറിയാം, പാപം പലപ്പോഴും ചിന്തകളിലെ ഉരുത്തിരി എന്ന് പറഞ്ഞാൽ തന്നെ അത് കാഴ്ചയും കേൾവിയും വഴിയാണ് നമ്മുടെ ഉള്ളിൽ അത് എത്തുന്നത്. മർക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ വിതയ്ക്കുന്നതിന്റെ മുമ്പ് കർത്താവ് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, 4-ാം അധ്യായത്തിന്റെ 18 വാക്യങ്ങളിൽ, മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേട്ടിട്ട് ഇഹലോകത്തിന്റെ ചിന്തകളും ധനത്തിന്റെ വഞ്ചനയും മറ്റു വിഷയമോഹങ്ങളും അകത്ത് കടന്ന് നമ്മുടെ ജഡത്തിലുള്ള ഈ കാര്യങ്ങള് നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നിടത്താണ് വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കുന്ന ഒരു പ്രക്രിയ സംഭവിക്കുന്നത്. പലതും നമ്മൾ ചിന്തയിലേക്ക് വരുന്നത് കാഴ്ചയിലൂടെയും കേൾവിയിലൂടെയാണ്. നമ്മൾ പലതും കാണാതിരിക്കുന്നെങ്കിൽ, കേൾക്കാതിരിക്കുന്നെങ്കിൽ നമ്മുടെ ചിന്തകളിൽ അത് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വഴി നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ചിന്തകൾക്ക് ആധാരമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണുകളെ ഒരു യാഗമായിട്ട് സമർപ്പിക്കുന്നിടത്ത് ദൈവത്തിന് വിരോധമായിട്ടുള്ള പല ഉയർച്ചകളും നമ്മളിൽ ഉയരാനായിട്ട് ഇടയായി തീരത്തില്ല. നമ്മൾ പലതും കേൾക്കുന്നു, വായിക്കുന്നു, അതിൻ്റെ അനന്തരഫലമായിട്ട് ആ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ച് അത് ചിന്തകളെ സ്വാധീനിക്കാനായിട്ട് തുടങ്ങുന്നു. ഹൃദയത്തിന് കണ്ണുമായുള്ള ബന്ധത്തിൽ ഒരു പരിച്ഛേദന ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ഈ കാര്യങ്ങളൊന്നും കടന്നു വരാനായിട്ട് ഇടയാകത്തില്ല. നമ്മൾ പലതും കണ്ടാലും അത് ശ്രദ്ധിക്കാതെ പോകും. കർത്താവ് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞല്ലോ, നിങ്ങളുടെ നിശ്ചയമുള്ളിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കും.
നമ്മുടെ നിക്ഷേപം കർത്താവാണെങ്കിൽ നമ്മൾ കർത്താവിനുള്ളതായിരിക്കും ചിന്തിക്കുന്നത്. 1 Corinthians 7-ാം അധ്യായത്തില് അപ്പോസ്തലൻ അതിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. ഒരു 1 Corinthians 2 Corinthians 7-ാം അധ്യായത്തിലാണ്. 2 Corinthians 7-ാം അധ്യായത്തില് ഇവിടെ കന്യകയും ഒന്ന് Corinthians 7 തന്നെയാണ്, ക്ഷമിക്കണം. അതിന്റെ 34-ാമത്തെ വാക്യമാണ്. 33, 34 വാക്യങ്ങള്. വിവാഹം ചെയ്തവൻ ഭാര്യയെ എങ്ങനെ പ്രസാദിപ്പിക്കും എന്ന് വെച്ച് ലോകത്തിലുള്ള ചിന്തിക്കുന്നു. അതുപോലെ ഭാര്യയായവൾക്കും കന്യകയ്ക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. വിവാഹം കഴിയാത്തവൾ ശരീരത്തിലും ആത്മാവിലും വിശുദ്ധയാകേണ്ടതിന് കർത്താവിനുള്ളത് ചിന്തിക്കുന്നു. വിവാഹം കഴിഞ്ഞവൾ ഭർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കും എന്ന് വെച്ച് ലോകത്തിലുള്ളത് ചിന്തിക്കുന്നു. അവിടെ 34-ാം വാക്യത്തിൽ അതുപോലെ ഭാര്യയായവൾക്കും കന്യകയ്ക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. വിവാഹം കഴിയാത്തവൾ ശരീരത്തിലും ആത്മാവിലും വിശുദ്ധയാകേണ്ടതിന് കർത്താവിനുള്ളത് ചിന്തിക്കുന്നു. ഒരു കന്യകയുടെ പ്രത്യേകത ഏതാണ്? അവിടെ ചിന്ത കർത്താവിനുള്ളതിനെ കുറിച്ചായിരിക്കും. 2 Corinthians 11 അപ്പോസ്തലൻ പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പ ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരു വിവാഹം നിശ്ചയിക്കപ്പെട്ട കന്യകയെ സംബന്ധിച്ചിടത്തോളം അവിടെ ചിന്തകൾ എപ്പോഴും ആ വിവാഹം നിശ്ചയിക്കപ്പെട്ട പുരുഷനോടുള്ള ബന്ധത്തിലായിരിക്കും. സങ്കീർത്തനം 73-25 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിൽ നിന്നെ അല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ വ്യക്തിയുടെ ഹൃദയത്തിൽ, ചിന്തകളിൽ എപ്പോഴും ആ വിവാഹം നിശ്ചയിക്കപ്പെട്ട പുരുഷനെ കുറിച്ചുള്ള ചിന്തകളായിരിക്കും. കൊലോസ്യർ 3 നമ്മളത് വായിക്കുന്നുണ്ട്. നിങ്ങൾ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുകയും നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ, നമ്മൾ ക്രിസ്തുവിലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിന്തകൾ എപ്പോഴും ക്രിസ്തുവിന്റെ ഇഷ്ടങ്ങളെ കുറിച്ചുള്ള ഒരു ചിന്തയായിരിക്കും. അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ കാണാനോ കേൾക്കാനോ നമ്മളെ തന്നെ വിധേയപ്പെടുത്തുന്നില്ല. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും പലതിനും അടിമകളായി പോവാറുണ്ട്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ ദൈവഹിതത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ എവിടെ യാത്ര ചെയ്താലും കേൾക്കുകയും കാണുകയും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ജഡത്തിന്റെ ആസക്തികളെ ഉത്സാഹിപ്പിക്കുകയും ഉണർത്തുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. അവിടെ ഈ ഹൃദയപരിചയം നമുക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മൾ ആ കാണുന്നതെല്ലാം നമ്മുടെ ഉള്ളിൽ സ്റ്റോർ ചെയ്യപ്പെടും. പരീക്ഷകളുടെ സ്ഥാനത്ത് അത് നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രളയം പോലെ പുറത്തേക്ക് വരും നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൊരിന്ത്യർ 12 അല്ലെ റോമർ 12 അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ അവയവങ്ങളല്ലേ, ശരീരത്തെ ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായിട്ട് അർപ്പിക്കണം. 1 Corinthians 6-ാം അധ്യായത്തില് 15 വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. 13 വാക്യങ്ങളില്, പൂജ്യങ്ങളും വയറിനും വയറ് പൂജ്യങ്ങൾക്കും ഉള്ളത്, എന്നാൽ ദൈവം ഇതിനെ അതിനെ ഇല്ലായ്മയാക്കും. ശരീരമോ ദുർനടപ്പിനല്ല, കർത്താവിനത്രേ, കർത്താവ് ശരീരത്തിന്. നമ്മുടെ ശരീരം എന്തിനാണെന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ദുർനടപ്പിനല്ല, കർത്താവിനത്രേ. തുറന്ന് താഴോട്ട് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മയും തന്റെ ശക്തിയാൽ ഉയർപ്പിക്കും. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാകും നിങ്ങൾ അറിയുന്നില്ലയോ? ക്രിസ്തുവിന്റെ അവയവങ്ങളെ ഞാനെടുത്ത് വേശ്യയുടെ അവയവങ്ങളാക്കാമോ? ഒരു നാളും അരുത്. വേശ്യയോട് പറ്റിച്ചേരുന്നതിനോളുമായി ഏക ശരീരമാകുന്നത് നിങ്ങൾ അറിയുന്നില്ലയോ? ഇരുവരും ഒരു ദേഹമായി തീരുമെന്നുണ്ടല്ലോ. കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവാകുന്നു. ദുർനടപ്പ് വിട്ട് ഒടുവിൽ മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു. ദുർനടപ്പുകാരോ ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു.
ദൈവത്തിന്റെ ദാനമായി നിങ്ങൾ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകും നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ തന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും. റോമാലേഖനത്തിലും 6-ാം അധ്യായത്തില് അപ്പോസ്തലൻ എഴുതുമ്പോൾ പാപത്തെ ജയിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ പറയുന്നിടത്തും ഇതേ കാര്യങ്ങൾ പറഞ്ഞിരിക്കും നമുക്ക് കാണാനായിട്ട് കഴിയും. 6-ാം അധ്യായം അതിന്റെ 12 മുതലുള്ള വാക്യങ്ങളിൽ, ആകയാൽ പാപം നിങ്ങളുടെ മധ്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനി വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിരായുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിരായുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവീൻ. പരീക്ഷയുടെ സ്ഥാനത്താണ് ഈ ഒരു സമർപ്പണം ഉണ്ടാകുന്നത്. നമ്മുടെ ഇഷ്ടത്തിന് പാപത്തിന് വിരോധമായി നമ്മുടെ അവയവങ്ങളെ കർത്താവിന് നമ്മൾ സമർപ്പിക്കുക ചെയ്യും, ദൈവത്തിന്. എന്ന് പറഞ്ഞാൽ എൻ്റെ നാവിനെ ഞാൻ ദൈവത്തിന് സമർപ്പിച്ചാൽ പരീക്ഷകളിൽ ഞാൻ ഒരിക്കലും എൻ്റെതായ വാക്കുകൾ സംസാരിക്കത്തില്ല. ഞാൻ കർത്താവിനെ കേൾക്കും. കർത്താവ് ഞാൻ ഇവിടെ എന്തെങ്കിലും പറയണോ, അല്ല എന്താണ് പറയണമെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ എന്ത് പറയണം, ആ ഒരു നിലവിളി എൻ്റെ ഉള്ളിലുണ്ടാവും. പക്ഷെ ആ നിലയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചവരല്ലെങ്കിൽ നമ്മൾ നമ്മുടേതായ വാക്കുകളും നമ്മുടേതായ ഇഷ്ടങ്ങളൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്. അതെപ്പോഴും നമ്മളെ വീണ്ടും പാപത്തിലേക്ക് കൊണ്ടുവന്നൊരു കാര്യമാണ്. 13-ാം വാക്യത്തിലൂടെ വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്, നിങ്ങളുടെ അവയവങ്ങളെ അനീതിരായുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നമ്മുടെ ദിനംപ്രതിയുള്ള ജീവിതത്തിന്റെ ശോധനകളുടെ മധ്യത്തിൽ ആണ് ഈ ഒരു സമർപ്പണം നമ്മൾ ചെയ്യാനായിട്ട് ആവശ്യമായിരിക്കും. നമ്മുടെ ഇഷ്ടം എപ്പോഴും പാപത്തിനായിട്ടാണ് ആണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടി. നമ്മൾ മിക്കവാറും പറയുന്നൊരു വചനമുണ്ട്, 1 പത്രോസ് 2:11. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന്. നമ്മുടെ ജഡത്തിലുള്ള മോഹങ്ങൾ എപ്പോഴും ആത്മാവിനോടൊരു പോരാട്ടത്തിലാണ്. എപ്പോഴൊക്കെ നമ്മുടെ മനസ്സ് ജഡത്തിൽ വെക്കുന്നോ ജഡത്തിലുള്ള മോഹങ്ങളാണ് നമ്മളുടെ പുറത്തേക്ക് വരുന്നത്. റോമർ 8:6 നമ്മൾ അതാ വായിക്കുന്നത്. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും. ദൈവങ്ങൾ പറഞ്ഞിരിക്കുന്നത് ജഡത്തിൽ വെച്ച മനസ്സ്. നമ്മുടെ മനസ്സ് വെക്കാൻ പറഞ്ഞിരിക്കുന്ന കൊലോസ്യ ലേഖനത്തില് ഉയരത്തിൽ വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ മനസ്സ് ഉയരത്തിലാണെങ്കിൽ ഉയരത്തിലെ ചിന്തകൾ കൊണ്ടായിരിക്കും നമ്മൾ നിറഞ്ഞിരിക്കുന്നത്. നമ്മുടെ മനസ്സ് ജഡത്തിലാണെങ്കിൽ ഈ ലോകത്തിലെ ചിന്തകൾ കൊണ്ടായിരിക്കും നമ്മൾ നിറഞ്ഞിരിക്കുന്നത്. അതിന്റെ അനന്തരഫലം നമ്മൾ വാ പൊളിക്കുമ്പോൾ നമ്മുടെ അകത്ത് നിറഞ്ഞ കാര്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായ സംസാരിക്കുന്നത്. ആ നിലയിൽ നമ്മളെ ഒരു യാഗമായിട്ട് നമ്മുടെ അവയവങ്ങളെ, നമ്മുടെ കാലുകളെ, കൈകളെ, നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെയും നമ്മൾ ദൈവത്തിന് അർപ്പിച്ചെടുത്ത് അതാണ് യഥാർത്ഥത്തിലുള്ള ഒരു ആരാധനയായിട്ട് തീരുന്നത്. അതിന്റെ അനന്തരഫലം നമ്മുടെ ഉള്ളു വിശുദ്ധി കൊണ്ട് നിറയാൻ തുടങ്ങും. ഫിലിപ്പിയ ലേഖനത്തിലെ നമ്മുടെ ചിന്തകളോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തില് അതിന്റെ 6 മുതലുള്ള വാക്യങ്ങളില്, ഇതിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയിൽ അപേക്ഷയിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെ കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിങ്കൽ കാക്കും. തുടർന്ന് നമ്മൾ എന്ത് ചിന്തിക്കണമെന്നാ പറയുന്നത് 8 മുതലുള്ള വാക്യങ്ങള്. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും
ചിന്തിച്ചുകൊള്ളുവീൻ. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കണ്ടും കേട്ടുമുള്ളത് പ്രവർത്തിപ്പീൻ. എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോടുകൂടി ഇരിക്കും. അപ്പോസ്തലൻ ഇതൊക്കെ പറയുമ്പം തന്റെ അനുഭവത്തിൽ നിന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പം തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനിയ 5:16 മുതൽ പറയുമ്പം എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുവീൻ. ഇതൊക്കെ പറയുമ്പം ആ നിലയിൽ തന്റെ അവയവങ്ങളെ കർത്താവിന് കൊടുത്തതിന്റെ അനന്തര ഫലമായിട്ടാണ് തനിക്ക് അതൊക്കെ പറയാനായിട്ട് കഴിഞ്ഞത്. നമ്മളും അങ്ങനെ കൊടുത്തു കഴിയുമ്പം ഇവിടെ അപ്പോസ്തലൻ പറഞ്ഞത്, എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടി ഇരിക്കും. അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ സമാധാനത്തിന്റെ ദൈവം നമ്മളോടുകൂടി ഇരിക്കത്തില്ല, അല്ലെ നമ്മൾ സമാധാനം കണ്ടെത്താൻ കഴിയത്തില്ല. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സമാധാനമുള്ളവരായിരിക്കും. എന്തുകൊണ്ടാണ് നമുക്ക് സമാധാനമില്ലാത്തതെന്ന് ചോദിച്ചാൽ നമ്മൾ ദൈവം വഴിവിട്ട് നടക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഒരു പാട്ടിൽ ഇങ്ങനെ പാടാറുണ്ട്, നമ്മുടെ പുസ്തകത്തിലുള്ള സിയോൻ പ്രമാണങ്ങൾ എന്റെ സമ്പത്ത്, ആകർഷിക്കുന്നില്ല എന്നെ മറ്റൊന്നും. ലേവ്യ പുസ്തകം 18-ാം അധ്യായത്തില് അവിടെ മോശെ മുഖാന്തരം ദൈവം അരുളി ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഒരു ഭാഗം വായിക്കുന്നുണ്ട്. ലേവ്യ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. നിങ്ങൾ പാർത്തിരുന്ന മിസ്രയീം ദേശത്തിലെ നടപ്പ് പോലെ നിങ്ങൾ നടക്കരുത്. ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന കനാൻ ദേശത്തിലെ നടപ്പ് പോലെയും നടക്കരുത്. അവരുടെ മര്യാദ ആചരിക്കരുത്. എന്റെ വിധികളെ അനുസരിച്ച് എന്റെ ചട്ടങ്ങളെ പ്രമാണിച്ച് നടക്കണം. അപ്പൊ നമ്മള് ഇസ്രായേലോടുള്ള ബന്ധത്തിൽ ദാർശനികമായ ഒരു മിസ്രൈമും കനാനൊക്കെ ആയിരുന്നു. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദേഹവും ദേഹിയും അല്ലെ, ജഡവും ദേഹിയുമാണിത്. അതുകൊണ്ടാണ് എഫീസ്യ ലേഖനത്തിൽ 2-ാം അധ്യായം നമ്മൾ വായിക്കുന്നതിന് മുമ്പേ നാം എല്ലാവരും നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരങ്ങൾ ഇഷ്ടമായ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. പക്ഷെ ഇവിടെ ദൈവം അവരോട് പറയുന്നത്, നീ മിസ്രൈമിലെ നടപ്പ് പോലെ നടക്കരുത്, നീ ചെല്ലുന്ന കനാലിലെ നടപ്പ് പോലെ നടക്കരുത്. പിന്നെ നീ എങ്ങനെ നടക്കണം? 4-ാം വാക്യം, എന്റെ വിധികളെ അനുസരിച്ച് എന്റെ ചട്ടങ്ങളെ പ്രമാണിച്ച് നടക്കണം. 1 തെസ്സലോനിയ 5:16 നമ്മൾ എന്ത് ചെയ്യണമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. 1 തെസ്സലോനിയ 5:16 നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മളിങ്ങനെ വായിക്കുന്ന അതിന്റെ കുറച്ച് മുകളിൽ നിന്നാണ് തുടങ്ങുന്നത്. നമ്മളെപ്പോഴും ആ ഇതാണ് എടുക്കുന്നത്. അതിന്റെ 15 മുതലുള്ള വാക്യങ്ങളിൽ, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാൻ നോക്കുവിൻ, തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ ഇഷ്ടം, ദൈവേഷ്ടം. ഈ ദൈവത്തിന്റെ ചട്ടപ്രകാരമുള്ള നടപ്പെന്ന് പറയുമ്പം ഈ ഒരു നടപ്പാണ്. അതിന്റെ 13-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് അപ്പോസ്തലൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, തമ്മിൽ സമാധാനമായിരിപ്പീൻ. 1 തെസ്സലോനിയ 5:13 അവസാന ഭാഗം, സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്ന ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പീൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തി, ബലഹീനരെ താങ്ങുവിൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പീൻ, ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാൻ നോക്കുവീൻ. ഈ ദൈവത്തിന്റെ ചട്ടങ്ങളെയും വിധികളെയും പ്രമാണിച്ചുള്ള നടപ്പിൽ നമുക്കുണ്ടാകുന്ന ഫലങ്ങളാണ് ഇവിടെ നമ്മൾ കാണാനായിട്ട് ഇടയായി തീരുന്നത്. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കും, എപ്പോഴും എല്ലാവരോടും തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കും, എപ്പോഴും സന്തോഷിക്കും, ഇടപെടാതെ പ്രാർത്ഥിക്കും, എല്ലാറ്റിനും സ്തോത്രം ചെയ്യും. നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ കാരണം നമ്മൾ ഇന്നും പണ്ട് നടന്ന പോലെ നടക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ അവയവങ്ങളെ ഒരു യാഗമായിട്ട് ദൈവത്തിന് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ചിന്തകൾ പുതുക്കപ്പെടുന്നില്ല, നമ്മുടെ മനസ്സിന് പുതുക്കം വരുന്നില്ല. നമുക്ക് റോമർ 12 ഇതിനെ മടങ്ങി വരാം.
അവിടെ ഒന്നാമത്തെ വാക്യത്തിൽ അത് പറഞ്ഞതിന് ശേഷം രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്ന ഒരു കാര്യം, ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവം എന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. പരീക്ഷകളിൽ ഇങ്ങനൊരു യാഗമായിട്ട് നമ്മളെ കൊടുക്കും തോറുമാണ് നമ്മുടെ മനസ്സിന് പുതുക്കം വരുന്നത്. നമ്മളെ മനസ്സിനെ പുതുക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ദൈവത്തിന്റെ വചനവും ഒന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുമാണ്. ഒരു യാഗമായിട്ട് നമ്മളെ കൊടുത്തു കഴിയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ചിന്തകളെ പുതുക്കാനായിട്ട് തുടങ്ങും. കർത്താവ് ചിന്തിക്കുന്ന പോലെ, കർത്താവ് കാണുന്ന പോലെ നോക്കിക്കാണാനും ചിന്തിക്കുവാനുമുള്ള ഒരാന്തരിക രൂപാന്തരം നമ്മുടെ ഉള്ളിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. നമുക്കറിയാം മത്തായി സുവിശേഷം 7-ാം അധ്യായത്തില് ഇതിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പം കർത്താവ് പറഞ്ഞു 2 തരം വീടുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് പാറമേൽ അടിസ്ഥാനമിട്ടതും ഒന്ന് മണലിന്മേൽ അടിസ്ഥാനമിട്ടതും. ഒന്നാമത്തെ കാര്യം പറഞ്ഞ് എന്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവരെല്ലാം പാറമേൽ അടിസ്ഥാനമിട്ട മനുഷ്യനോട് തുല്യൻ എന്നാ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം പറയുമ്പോൾ എന്റെ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനെല്ലാം മണലിന്മേൽ വീട് പണിത ബുദ്ധികെട്ട മനുഷ്യനോട് തുല്യൻ. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്നേ ഉള്ളെങ്കിൽ, ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ വീട് എപ്പോഴും വീണുകൊണ്ടിരിക്കും. ആ വീഴ്ചയോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും 2 വീടുകളെ കുറിച്ച് പറയുമ്പം നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത ഒരു പാറമേൽ അടിസ്ഥാനമിട്ടൊരു വീടും മണൽമേൽ അടിസ്ഥാനമിട്ടൊരു വീടും എന്നുള്ളതാണ്. അതിന്റെ പ്രായോഗിക തലത്തിൽ ആ വീട് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള 2 പണികളെ കാണിക്കുന്നതാണ്. പാറമേൽ അടിസ്ഥാനമിട്ട വീടിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പം ഇപ്പൊ നമ്മൾ ചിന്തിച്ചതുപോലെ ദൈവത്തിന്റെ വചനങ്ങളിൽ, പ്രമാണങ്ങളിൽ അതനുസരിക്കാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് അതിന്റെ അനന്തരഫലമായി നമ്മുടെ ആന്തരിക തലത്തിലുള്ളവാകുന്ന നീതിയും സമാധാനവുമാണ്. ദൈവരാജ്യത്തെ കുറിച്ച് പറയുമ്പം കർത്താവ് പറഞ്ഞല്ലോ റോമർ 12 14-ാം അധ്യായത്തില് ദൈവം രാജ്യം എന്ന് പറയുന്നത് അതിന്റെ 17-ാം വാക്യമാണ്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. എപ്പോഴും സന്തോഷിക്കാൻ പറയുമ്പോൾ ആത്മാവിലുള്ള ഒരു സന്തോഷമാണ്. നമ്മൾ ഈ പ്രമാണങ്ങൾ അനുസരിക്കുമ്പോഴാണ് നമ്മുടെ ആന്തരികമായ ഒരു വീട് എപ്പോഴും സന്തോഷിക്കുന്ന, എല്ലാവരും വേണ്ടി സ്തോത്രം ചെയ്യുന്ന, ഇടപെടാതെ പ്രാർത്ഥിക്കുന്ന, ആർക്കും തിന്മയ്ക്ക് വരും തിന്മ ചെയ്യാൻ നന്മ ചെയ്യുന്ന, എല്ലാവരോടും സമാധാനമായിരിക്കുന്ന ഒരു ആന്തരിക വീടാണ് പണിയപ്പെടുന്നത്. പരീക്ഷകൾ അത് തെളിയപ്പെടുന്നത്. പരീക്ഷകളോട് കടന്നു പോകുമ്പോൾ നമ്മുടെ പ്രതികരണങ്ങൾ ആ നിലയിലുള്ളതായിരിക്കും. നമ്മളിത് കേട്ടിട്ട് ചെയ്യാതിരിക്കുമ്പോൾ മണൽമേൽപ്പെടുന്നൊരു വീട് പോലെയാണ്. ചെറിയ പരീക്ഷ വന്നാൽ മതി, നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ടു, സന്തോഷം നഷ്ടപ്പെട്ടു, സ്വസ്ഥത നഷ്ടപ്പെട്ടു. നമുക്ക് നമ്മൾ വായിച്ച പോലെ എപ്പോഴും സന്തോഷിക്കാനോ ഇടപെടാതെ പ്രാർത്ഥിപ്പാനോ എല്ലാവരും വേണ്ടി സ്തോത്രം ചെയ്യാനോ നമുക്ക് കഴിയുന്നില്ല. ആ വീട് വീടെന്ന് പറയുമ്പം അതിനെതിരായുള്ള ഫലങ്ങൾ നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. കയ്പും വെറുപ്പും പരാതിയും കുറുകുറുപ്പും. അപ്പൊ ദിനംപ്രതിയുള്ള നമ്മുടെ ജീവിതത്തിലെ സൗരന്മാരെ ഈ 2 പണിയിൽ ഏത് പണിയാണ് നടക്കുന്നതെന്ന് നാം നമ്മെ തന്നെ ശോധന ചെയ്യാം. യഥാർത്ഥത്തിൽ നമ്മുടെ അവയവങ്ങളെ ഒരു യാഗമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനൊരു പുതുക്കം വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് എപ്പോഴും സന്തോഷിക്കാൻ കഴിയും, എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യാൻ കഴിയും. അനുകൂല സാഹചര്യങ്ങളും പ്രതികൂല സാഹചര്യങ്ങളിലും നമ്മുടെ ഇച്ഛയ്ക്ക് വിരോധമായിട്ട് കാര്യങ്ങളൊക്കെ പോകുമ്പോഴും ഇച്ഛയ്ക്ക് അനുകൂലമായിട്ട് പോകുമ്പോഴും നമ്മുടെ വായിൽ നിന്ന് ഒരേ കാര്യമായിരിക്കും വരുന്നത്. പക്ഷെ അല്ലെങ്കിൽ നമ്മുടെ ഇച്ഛയ്ക്ക് വിരോധമായിട്ട് കാര്യങ്ങൾ പോകുമ്പോൾ വെറുവെറുപ്പും പരാതിയും അസ്വസ്ഥതയും വെറുപ്പും കയ്പും അസമാധാനവും അസന്തുഷ്ടിയും ഒരാത്മീയ ഫലങ്ങളായിരിക്കും നമ്മൾ ഇന്ന് പുറപ്പെട്ടു വരുന്നത്. ആദ്യത്തെ പടി എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും ബോധിച്ചാലും ഇല്ലെങ്കിലും ദൈവത്തിന്റെ വചനം നമ്മളോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ നാം മനസ്സോടെ ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾ നാവിൽ നാകാത്തൊന്നും പുറപ്പെടരുതെന്ന് പറഞ്ഞാൽ
നമ്മളൊരു പോരാട്ടത്തിലൂടെ എബ്രായർ 12:4 വായിക്കുന്ന പോലെ പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോട് എതിർത്ത് നിന്നിട്ടില്ല എന്ന് പറയുന്നത് പോലെ നമ്മൾ പ്രാണത്യാഗത്തോളം പാപത്തോട് എതിർത്ത് നമ്മുടെ നാവിനെ നിയന്ത്രിക്കുന്നു. അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കാന്ന് പറഞ്ഞാൽ എൻ്റെ അവയവങ്ങളെയാണ് ദണ്ഡിപ്പിക്കുന്നത്. അതിൽ ഒന്നാമത്തെ പടി നമ്മുടെ നാവാണ്. നമ്മുടെ നാവിനെ ദണ്ഡിപ്പിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നാവ് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറയാതെ കൊണ്ട് നാം നമ്മുടെ വായെ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. ആ നാവിൻ്റെ ഇഷ്ടം പുറത്തേക്ക് വരാതെ വണ്ണം നമ്മൾ അതിനെ അടക്കി ശമിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് പരിശുദ്ധാത്മ നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ദിനംപ്രതിയുള്ള ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു പോരാട്ടത്തെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ടോ? എപ്പോഴും നമ്മുടെ ഹൃദയത്തിലുള്ളതാണ് പുറത്തേക്ക് വരുന്നത്. നമ്മുടെ മനസ്സ് പുതുക്കപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെതായ ചിന്തകളും ഇച്ഛകളും മനോഭാവങ്ങളും ഉണ്ടാകുന്നത്. നമ്മുടെ വാ പൊളിക്കുമ്പോൾ അതാണ് നമ്മളിന്ന് പുറത്തേക്ക് വരുന്നത്. കർത്താവ് മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ പറഞ്ഞ പോലെ 5-6 അധ്യായങ്ങളിൽ പറഞ്ഞ പോലെ നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. അങ്ങനെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഈ ദൈവികമായ ഒരു പ്രക്രിയ നമ്മുടെ ഉള്ളിൽ നടന്നുകൊണ്ടേയിരിക്കണം. നമ്മുടെ ദേഹം ദൈവ ആത്മാവുമായിട്ടുള്ളൊരു സെപ്പറേഷൻ നിരന്തരമായിട്ട് നമ്മുടെ ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കണം. കാരണം നമുക്കറിയാം, ആത്മാവിൽ മാത്രമേ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അവിടെ മാത്രമേ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ വസിക്കുന്നുള്ളൂ. നമ്മുടെ ജഡത്തിൽ ഒരു നന്മയില്ല. ജഡത്തിൽ നിന്ന് വരുന്നതെല്ലാം മരണം ഉളവാക്കുന്നതാണ്. നമ്മൾ ചെയ്യുന്നൊരു കാര്യം, ആ മരണകരമായ കാര്യങ്ങൾ നമ്മുടെ നിന്ന് പുറത്തു വരാതെ വണ്ണം നമ്മുടെ നാവിനെ സൂക്ഷിക്കുക. അതുകൊണ്ട് ഒരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന വാക്കുകളെ അടക്കുന്നവനെ ജ്ഞാനിയാണെന്ന് തോന്നും. ജ്ഞാനത്തിന്റെ ഒരു ലക്ഷണം സൗമ്യതയാണ്. ദൈവത്തിന്റെ യാക്കോബോസിനും പറയുന്നത് ജ്ഞാന ലക്ഷണമായ സൗമ്യതയിൽ നല്ല നടപ്പിൽ മറ്റുള്ളവരെ കാണിക്കാൻ പറയുന്നുണ്ട്. റോമർ 12:1 പറയുന്ന നമ്മുടെ അവയവങ്ങളെ ഒരു യാഗമായി നിരന്തരമായിട്ട് ദൈവത്തിന് സമർപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇഷ്ടത്തെ ഞാൻ ത്യജിച്ചിട്ട് ദൈവേഷ്ടം ഗ്രഹിച്ചിട്ട് ദൈവേഷ്ടത്തിന് വേണ്ടി ഞാൻ എൻ്റെ അവയവങ്ങളെ നിരന്തരമായിട്ട് സമർപ്പിക്കുന്നു. അതിൻ്റെ അനന്തരഫലം എൻ്റെ മനസ്സിന് പുതുക്കം വരും. അങ്ങനെയാണ് ദൈവേഷ്ടത്തിലേക്കുള്ളൊരു യാത്രയിൽ ഞാൻ ആയിത്തീരുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ ഒരു സുബോധത്തിന്റെ ആത്മാവിലൊരു പോരാട്ടത്തിലാണെങ്കിൽ എല്ലാ സമയങ്ങളിലും നമുക്ക് നമ്മളിൽ തന്നെ കാണാനായിട്ട് കഴിയും. അപ്പോസ്തലൻ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, ഞങ്ങള് ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു. അത് നമ്മുടെ മനസ്സിന് വരുന്ന രൂപാന്തരത്തിന്റെ അനന്തരഫലമായിട്ടാണ്. നമ്മുടെ കർത്താവും അങ്ങനെ തന്നെയായിരുന്നു. നമ്മൾ കർത്താവിനെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ കർത്താവിന്റെ ആ സ്വരൂപത്തോട് അനുരൂപപ്പെടാനുള്ള ഒരു ആന്തരിക ദാഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ ഉള്ളിൽ നിറവേറ്റും. എന്നാൽ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യം, എനിക്ക് ഈ കാര്യത്തിൽ എന്തുമാത്രം ദാഹമുണ്ട്, ആർത്തിയുണ്ട്. ദൈവത്തിന്റെ പ്രമാണങ്ങൾക്കെല്ലാം ഒരു വ്യവസ്ഥയുണ്ട്. നമ്മൾ മിക്കപ്പോഴും ചിന്തിക്കുന്നതാണെങ്കിലും സങ്കീർത്തനങ്ങള് 107-ാം സങ്കീർത്തനത്തില് അതിന്റെ 9-ാമത്തെ വാക്യം, 107-ാം സങ്കീർത്തനം 9-ാം വാക്യം, അവൻ ആർത്തിയുള്ളവന് തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു. കർത്താവ് വിളിച്ച് ദാഹിക്കുന്നവൻ വരട്ടെന്ന്. നമ്മുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ നമ്മളെ അടക്കി വെച്ചിരിക്കുന്ന ഈ പാപങ്ങളെ ജയിക്കാനുള്ള ഒരു ആഗ്രഹവും ദാഹവും ആർത്തിയും നമുക്കുണ്ടോ? അല്ല, നമ്മുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിക്കാനുള്ള ഒരു ആർത്തി നമ്മുടെ ഉള്ളിലുണ്ടോ? നമ്മുടെ നാവിനെ, കണ്ണിനെ, ചെവിയെ, കാലിനെ, കയ്യെ, നമ്മുടെ ചിന്തകളെ ഒരാർത്തി ഉണ്ടോ നമുക്ക്? ദൈവം നിറയ്ക്കുന്നത് ആരെയാ? തൃപ്തി വരുത്തുന്നവൻ ആർത്തിയുള്ളവന് തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യും. ലൂക്കോസ് നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ സമ്പന്നന്മാരെ വെറും കൈയായി അയച്ചു കളയും. തങ്ങളിൽ തന്നെ തൃപ്തരായിരിക്കുന്ന
ഈ നിലയിലുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയുള്ള ആഗ്രഹമില്ലാത്തവരോടുള്ള ബന്ധത്തിൽ കർത്താവിന് കാര്യമായിട്ടൊന്നും നമ്മുടെ ഉള്ളിൽ ചെയ്യാനായിട്ട് കഴിയത്തില്ല. പക്ഷെ അങ്ങനത്തെ ഒരു ആർത്തി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമുക്ക് തൃപ്തി വരുത്തും. നമ്മുടെ വിളി കർത്താവിന്റെ സ്വരൂപത്തിൽ അനുഭവപ്പെടാനാണ്. വേറെ തരത്തിൽ പറഞ്ഞാൽ പാപത്തെ ജയിക്കാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതിനുള്ളൊരു ആർത്തി നമ്മുടെ ജീവിതത്തിലുണ്ട്. കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നുണ്ട്. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുകയും പാടുകയൊക്കെ ചെയ്യുമ്പോൾ ഹൃദയംഗമായിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. ഇതിന്റെ ബാഹ്യമായ തലത്തിലുള്ളൊരു പാട്ടൊക്കെ പാടുന്നതല്ലാണ്ട് നമ്മുടെ ഹൃദയം അതിനോട് ചേർന്ന് പോകാറില്ല. ഹൃദയം ചേർന്ന് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ പാട്ട് പാടുമ്പോൾ പലപ്പോഴും ഒത്തിരി കാര്യങ്ങൾ നമ്മൾ മാനസാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കും. ഈ രാത്രി നമ്മൾ ഒന്നിച്ചായിരിക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം, നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കാം. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് പല ഏരിയയിലും വെളിച്ചമില്ല. അതൊരു സത്യമാണ്. എഫെസ്യർ 5 നമ്മളത് വായിച്ചിട്ടുണ്ട്. 8 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിരന്തരമായ ദൈവത്തിന്റെ കേൾവി പരിശുദ്ധാത്മാവിന്റെ നമ്മുടെ ഉള്ളിലുള്ള പരിവർത്തനത്തിന്റെ അനന്തരഫലമായി നമുക്ക് നമ്മുടെ പാപങ്ങളെ കുറിച്ച് കൂടുതൽ വെളിച്ചം കിട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ വെളിച്ചം കിട്ടുമ്പം നാം ആ വെളിച്ചത്തിൽ നടക്കണം. എൻ്റെ നാവ് മരണകരമായ വിഷം നിറഞ്ഞതാണെന്നുള്ള ഒരു വ്യക്തമായ ബോധ്യം എനിക്ക് കിട്ടിക്കഴിയുമ്പോൾ ഞാൻ കർത്താവിൻ്റെ അടുക്കൽ ഓടിച്ചെല്ലണം. കർത്താവെ, നിന്റെ ആത്മാവിനെ എന്നെ നിറയ്ക്കണം. എൻ്റെ നാവിനെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിയത്തില്ല. എനിക്കൊരാഗ്രഹമുണ്ട്, പക്ഷെ കഴിയുന്നില്ല. ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. നിന്നാൽ സകലവും സാധ്യമാണല്ലോ. എൻ്റെ നാവിനെ നിയന്ത്രിക്കാനുള്ള ശക്തി എനിക്ക് തന്ന് നീ എന്നെ സഹായിക്കണം. ആ നിലയിൽ നമ്മൾ ആർത്തിയോടെ വിശപ്പോടെ ദൈവത്തെ അന്വേഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം ഈ എപ്പോഴും സന്തോഷിക്കുന്ന, ഇടപെടാതെ പ്രാർത്ഥിക്കുന്ന, എല്ലാറ്റിനു വേണ്ടി സ്തോത്രം ചെയ്യുന്ന ഒരു ജീവിതത്തിലേക്ക് നമ്മളെ നടത്തും. ഒരു കനാന്റെ സ്വസ്ഥത നമുക്ക് നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതങ്ങളിലും സഭാ ജീവിതത്തിലും അനുഭവിക്കാനായിട്ട് കഴിയും. നമ്മളിൽ തന്നെ സമാധാനമുള്ളവരായിട്ട് ദൈവം നമ്മളെ തീർക്കുന്ന അത്ഭുതം നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് നമ്മൾ ദൈവത്തിന് മുമ്പാകെ ആയിരിക്കുമ്പം ഒരിക്കലും ഒരു കുറ്റബോധത്തിന്റെ ആത്മാവിലേക്ക് പോകേണ്ട ആവശ്യമില്ല. കർത്താവ് പറഞ്ഞ ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാന്മാരെന്നാണ്. നമ്മുടെ ഈ ദരിദ്രാവസ്ഥ കാണും തോറും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കർത്താവിന്റെ അടുത്ത് ചെല്ലുക എന്നുള്ളതാണ്. ഒരുപാട് പുസ്തകം 3-ാം അധ്യായത്തില് നമ്മൾ വായിക്കുമ്പം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ നീ സമ്പന്നനാകേണ്ടതിന് തീ ഊതി കഴിഞ്ഞ പൊന്നും നിന്റെ നഗ്നിയുടെ ലജ്ജ വെളിവാദോണം ധരിക്കണം വെള്ളയെടുക്കും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണെഴുതി ലേഖവും എന്നോട് വിലയ്ക്ക് വാങ്ങാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. എനിക്ക് പ്രിയമുള്ളവരേക്ക് ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന ആകിയാൽ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. ഈ വെളിച്ചം കിട്ടുന്നതോറും നമ്മൾ മാനസാന്തരപ്പെടുക വേണ്ടി, നിരാശപ്പെടുകയോ കുറ്റബോധമുള്ളവരായി തീരുകയോ അല്ല ചെയ്യേണ്ടി. നമ്മൾ മാനസാന്തരപ്പെടുക. കർത്താവ്, ഞാനിതാ വരുന്നു, എനിക്ക് പൂർണ്ണ രക്ഷയുടെ ആവശ്യമുണ്ട്. നിന്റെ വാക്തത്വം നീ പൂർണ്ണമായിട്ട് രക്ഷിക്കാവുന്നതാണല്ലോ. എന്നെ അടക്കി വെച്ചിരിക്കുന്ന എല്ലാ പാപങ്ങളെയും എന്റെ എല്ലാ അവയവങ്ങളെയും നിയന്ത്രിക്കാനുള്ള ആത്മശക്തിയാൽ നീ എന്നെ നിറയ്ക്കണം. പുതിയ വെളിച്ചത്തിനായി സ്തോത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞ് നമുക്ക് കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലാനുള്ള പ്രത്യാശയാണ് ദൈവം നമുക്ക് തരുന്നത്. നിരാശപ്പെടാനോ കുറ്റബോധത്തിന്റെ ആത്മാവിന് അടിമപ്പെടാനോ അല്ല, നേരെ മറിച്ച് ഒരാവശ്യബോധത്തോടെ ദാഹത്തോടെ കർത്താവിലേക്ക് ഓടച്ചെല്ലാനായിട്ടാണ് പരിശുദ്ധാത്മ നമ്മളെ വിളിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ നിലയില് കരച്ചിലോടും വിലാപത്തോടും കൂടി കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലാം. നമുക്ക് സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരയാം. നമ്മുടെ കുറവുകളെ കുറിച്ച് നമുക്ക് ബോധ്യമുള്ളവരും മാനസാന്തരപ്പെടുന്നവരുമായിട്ട് പൂർണ്ണമായൊരു സമർപ്പണത്തിലേക്ക് നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ പിതാവേ, നന്ദിയോടെ നിങ്ങളെ സ്തുതിക്കുന്നു. ഈ രാത്രിക്കായിട്ട് നന്ദി പറയുന്നു. ഈ ഭൂമിയിൽ നാൾതോറും മാനസാന്തരപ്പെടാനുള്ള അവിടുത്തെ സന്ദേശങ്ങൾ കേൾപ്പാൻ തക്ക വേണ്ടി ഒരുക്കുന്ന അവസരങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു കർത്താവേ. പാപത്തിന് ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളാനാണല്ലോ അവിടുത്തെ കൽപ്പന. ഈ പ്രബോധന വാക്യങ്ങളോടുള്ള ബന്ധത്തിൽ കർത്താവേ,
നിരാശപ്പെട്ടു പോകാതെ മാനസാന്തരപ്പെടുന്നൊരു ഹൃദയമുള്ളവരാക്കി അടിയങ്ങളെ രൂപാന്തരപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാനസാന്തരത്തിന്റെ പുതിയ തലങ്ങൾ കാണിച്ചു തരുന്നിടത്തെല്ലാം സന്തോഷത്തോടെ അതിനെ കൈക്കൊള്ളുവാനും മാനസാന്തരപ്പെടുവാനും അവിടുത്തെ ആത്മശക്തിയിൽ നിറയപ്പെടുവാനും പാപത്തെ ജയിച്ച് അവിടുത്തെ നാമത്തിനായിട്ട് നിൽപ്പാനും തക്കവണ്ണം ഒരു സമ്പൂർണ്ണ സമർപ്പണത്തിലേക്ക് അടിയങ്ങളെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് അടിയങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു പിതാവേ.